ഹൈപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ പറയാം 10 കോടി രൂപയാണ് റഹീമിന്റെ ഈ ഒരു വിഷയത്തിൽ ആപ്പിലൂടെ മാത്രം വന്നിട്ടുള്ളത്. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി. നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ നിങ്ങളുടെ പവർ കാണിച്ചിരിക്കുകയാണ്. എല്ലാ ആളുകളും ആക്ടർ ടോവിനോ അടക്കം ഒരുപാട് രാഷ്ട്രീയക്കാരും സിനിമ സെലിബ്രിറ്റി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ 2 ലക്ഷത്തിലധികം ആളുകൾ അവരുടെ സ്റ്റോറിയിൽ മാത്രം ഈ ഒരു പോസ്റ്റ് മാത്രം ഷെയർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷം. എല്ലാവരും ഷെയർ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പോസ്റ്റ് തന്നെ ചെയ്തത്, വീഡിയോ ചെയ്യാൻ കാരണം അത്രയും അധികം ഷെയർ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്. കാരണം ഒരു മാസത്തോളം ഏകദേശം ഇത് തുടങ്ങിയിട്ട്, പക്ഷേ ഇത്രയും ഹൈപ്പ് ഉണ്ടായത് ഈ 2 ദിവസം കൊണ്ടാണ്. കാരണം ക്രൗഡ് ഫണ്ടിങ് തുടങ്ങിയിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. ഏതായാലും തട്ടിപ്പിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം. നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചതാണ്. ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു പേജാണ്. ഏകദേശം 1 ലക്ഷത്തിലധികം വ്യൂസ് ആയിട്ടുണ്ട്. ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ തെറ്റാണ്. അക്കൗണ്ട് നമ്പർ തെറ്റ് മാത്രമല്ല, ഈ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എന്ന് പറയുന്നത് അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ വീഡിയോ സത്യസന്ധമായിട്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വീഡിയോയെ ഇതുപോലെ നോക്കി വേറെ അക്കൗണ്ട് നമ്പർ ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഇത് 1 ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ചാരിറ്റികളും ഇവർ സാധാരണ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒക്കെ തട്ടിപ്പാണ്, എല്ലാം തട്ടിപ്പാണ്. നോക്കി കഴിഞ്ഞ വർഷം നടന്ന സംഭവം മാർച്ചിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മില്യൺ കോടിക്കണക്കിന് വ്യൂസ് ആണ്. ഈ ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ മാത്രമല്ല, ലൈഫ് കെയർ എന്ന് പറയുന്ന പേജ് ഇവരും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലും അക്കൗണ്ട് നമ്പർ UPI ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ ഒക്കെ വേറെയാണ്. ഓക്കെ, ഇവരുടെ പേജിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഓക്കെ ഓരോ ആളുകളുടെ കരച്ചിലിനെയും ഇവർ മുതലാക്കുകയാണ്. ഇവരെന്ന് പറഞ്ഞാൽ പൈസ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ വീഡിയോ ബൂസ്റ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും ഫീഡ് വരുത്താണ്. ഞാനൊരു സാധാരണക്കാരായിട്ടുള്ള നോർമൽ ആളാണ്. എൻ്റെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി ഇവരുടെ വീഡിയോ വരാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് ഗൂഗിൾ ആഡ്സിലൂടെ പൈസ കൊടുത്തിട്ടാണ് ഇവർ ബൂസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റീച്ച് വരുന്നത്. റീച്ച് വരുമ്പോഴാണ് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നത്. ഇവർ 1 ലക്ഷം കൊടുത്താൽ ഇവർ കിട്ടുന്ന അതിൻ്റെ 10 ഇല്ല 100 ലക്ഷം ഇരട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ചെലവിക്കുന്നത് നഷ്ടമല്ല. ഇവർ കോടിക്കണക്കിന് രൂപ മരിച്ച ആളുകളെ പോലും, നിങ്ങൾ ആലോചിക്കുക, മരിച്ച ഒരു മയ്യത്തിനെ പോലും പിന്നെയും അതിന് ചികിത്സയ്ക്ക് വേണ്ടി പൈസ വേണമെന്ന് പറഞ്ഞ് പിരിച്ച് ശവന്തീനികളായിട്ടുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതൊരു ചെറിയ കേരളത്തിലെ ആളുകൾ നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. വലിയൊരു ലോബി തന്നെ, വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. ഇതിന് കേസും കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഈ റഹീമിന്റെ കേസിന്റെമായി ബന്ധപ്പെട്ട ആളോട് ഞാൻ സംസാരിച്ച് മനസ്സിലായത്. നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, മറ്റു അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റു ലോക്കൽ ഇന്ത്യൻ ലാംഗ്വേജിലേക്കൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വലിയൊരു ഗുരുതരമായ തെറ്റാണ്. കാരണം എന്നോട് പലരും ചോദിച്ചിരുന്നു, ഇത്രയും ഫണ്ട് വരുന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വേണ്ടത്ര തുക ആയിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിന്റെ പിന്നിലുള്ള ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം അക്കൗണ്ട് ത്രൂ ആയിരുന്നു എല്ലാവരും അയച്ചിരുന്നത്. അപ്പോൾ അക്കൗണ്ടിലൂടെ ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുമായിരുന്നു. ഇവരുടെ ഒറിജിനൽ അക്കൗണ്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാമെന്ന് പറയുന്നില്ല. കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് എൻ്റെ പോസ്റ്റുകളൊന്നും ഞാൻ അക്കൗണ്ട് നമ്പർ UPI കൊടുക്കാത്തത്. കാരണം നിങ്ങൾ 24 ന്യൂസിൻ്റെയും പല ഒതന്റിക് ആയിട്ടുള്ള നിങ്ങൾ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എന്നിട്ടും ഞാൻ നിങ്ങളോട് പറയും, ഞാൻ കൊടുക്കാത്തതിന് കാരണം നമ്മൾ കൊടുത്താൽ പോലും അത് എഡിറ്റ് ചെയ്ത് വേറെ ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ മാറ്റും. എല്ലാവരും പറയും UPI, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ ആണെങ്കിലും എളുപ്പം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആപ്പിലൂടെ ഒരാൾക്ക് ബുദ്ധിമുട്ടിക്കുന്നു? നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും കിട്ടേണ്ടത് അർഹതപ്പെട്ട കൈകൾക്കല്ലേ? നിങ്ങൾ അതാണ് ലോജിക്കാണ് ആലോചിക്കേണ്ടത്. അർഹതപ്പെട്ട കൈകൾക്ക് കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ 10 കോടി വെറും 24 മണിക്കൂർ തന്നെ പറയുന്നത്. UPI ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എമൗണ്ട് ഒരു അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പരിധിയിൽ ഇത് കോടികളാണ് വരുന്നത്. ആപ്പിലൂടെ നിങ്ങൾ എത്ര കോടി അയച്ചാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആപ്പ് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം അറിയാൻ കഴിയും. UPI ട്രാൻസാക്ഷനൊക്കെ ലിമിറ്റ് ഉണ്ട്. ഈവൻ ബാങ്ക് അക്കൗണ്ട് പോലും ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഏതൊരു ചാരിറ്റി വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ പോലും അതിൽ അക്കൗണ്ട് നമ്പർ ജെനുവിൻ ആണോ നിങ്ങൾ 100% ഉറപ്പിച്ചിട്ട് മാത്രം പൈസ അയക്കുക. പൈസ നിങ്ങൾ അയക്കുന്നതിന് എത്രയും പ്രാധാന്യമാണ് അർഹതപ്പെട്ട കൈക്ക് കിട്ടുക എന്നുള്ളത്. സമയത്തിന്റെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ടോ ആർക്കും അയച്ചിട്ട് കാര്യമില്ലല്ലോ. കിട്ടേണ്ട ആൾക്കാരെ കിട്ടേണ്ടത്. അപ്പോൾ ഏതൊരു അക്കൗണ്ട് നിങ്ങൾ ചാരിറ്റി വീഡിയോ കാണുകയാണെങ്കിലും 100% ഉറപ്പുവരുത്തുക. ഇത് അർഹതപ്പെട്ട ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഒന്നുമില്ല, ക്രോസ് ചെക്ക് ചെയ്താൽ മതി. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ക്രോസ് ചെക്കിന്റെ ആവശ്യം പോലില്ല. ആപ്പിലൂടെ അയച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടില്ല. മറ്റു ചാരിറ്റി വീഡിയോകളൊക്കെ നിങ്ങൾ അതും കണ്ടിട്ട് ഉറപ്പിച്ച് മാത്രം ചെയ്യുക. കാരണം ഇതിപ്പോൾ തട്ടിപ്പ് ഏതാണ്, ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതിന് നിങ്ങൾ ഹദീസാണ്. നമുക്ക് ഹക്ക് ഉണ്ടെങ്കിൽ ഒരു സത്യസന്ധമായിട്ട് ഒരു കാര്യം നടക്കും, അതിന് എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് വരും, ഒറിജിനൽ ഒരു ചെയിൻ വരും. അതുപോലെ എന്തായാലും അത് ഹദീസാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നമുക്ക് ഒരിക്കലും വേർതിരിച്ചറിയാൻ കഴിയില്ല. ഉപ്പും പഞ്ചസാരയും രണ്ടിന്റെയും നിറം ഒന്ന് തന്നെയാണ്, പക്ഷേ രണ്ടിന്റെയും പർപ്പസ് വേറെ. അപ്പോൾ സത്യസന്ധം നമുക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ സാബിൻസ് പെർ എന്നുള്ള ലോഗോ ഇട്ട് ഷെയർ ചെയ്ത് ചോദിച്ചാൽ, ഇത് ഒതന്റിക് ആയിട്ട് ഒരു ആധികാരികമായിട്ട് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ക്രെഡിബിലിറ്റി സോഴ്സിൽ നിന്നാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് എൻ്റെ പേജിൽ ഇടുന്നത്. ഇവൻ എൻ്റെ പേജിൽ ഇട്ടത് പോലും നിങ്ങൾ വേറെ ആൾ വേറെ അക്കൗണ്ട് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് നമ്മളതിന് ഉത്തരവാദിയല്ല. നമ്മുടെ പേജിൽ ഇട്ടതാണ് നമ്മൾ ഉത്തരവാദി. നമുക്ക് പ്രൂഫ് നമ്മുടെ പേജിൽ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്നിട്ട് പോലും ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കാത്തതിന് പിന്നിലുള്ള കുറ്റൻസ് ഇതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ കൊടുക്കരുത്. ബാങ്ക് ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഈ കേരളം ഇതിലേക്കാണ് പോകേണ്ടത്. ആപ്പ് വഴിയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. ഒരിക്കലും ഇതിൽ തട്ടിപ്പില്ല. പിന്നെ ഇതിന് പിന്നിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പലരും മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് ഈ റഹീമിന് മാപ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു അലിഗേഷൻ, ഒരു ഉയർന്നു വരുന്ന ആരോപണം. അപ്പോൾ ഈ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് എപ്പോഴേ മരണപ്പെട്ട ആളാണ്, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മാപ്പ് കൊടുത്തിട്ടെന്ന് പറയുന്നത്? അപ്പോൾ അതൊക്കെ വ്യാജ വാർത്തയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് പിന്നിൽ ശക്തമായ ഒരു ടീം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥ ടീം, ഇതിൻ്റെ ഒരു കമ്മിറ്റി, ഇവരൊക്കെയാണ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഒരു വിഭാഗത്തിന് പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് വിട്ടുപോകാം. ഒരുപാട് ഇപ്പോൾ ഞാനുള്ള സൗദിയിലാണ്. ഇപ്പോൾ സൗദി നാഷണൽ KMCC ആണെങ്കിലും അല്ലാത്ത മറ്റു എല്ലാ സംഘടനാ ഭേദമല്ലേ, നവോദയ തനിമ തുടങ്ങി എല്ലാ കോൺഗ്രസിന് OICC എല്ലാവരും ഒരു സംഘടനയും ഇല്ല. ഒരു സംഘടന സ്പെസിഫിക്കായിട്ട് പറയാൻ കഴിയില്ല എനിക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ഒരുപോലെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവമാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യണം, മെൻഷൻ ചെയ്യണം, കമന്റ് ചെയ്യണം ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം ഈ ഒരു കണ്ടന്റ് നിങ്ങളുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം, നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിലൂടെ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് പോസ്റ്റ് ആയിട്ട് ഇടാം, നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങൾക്കിടയിൽ ആളുകൾ കൂടുന്നിടത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് എത്തിക്കാനുള്ള വിഷയമുള്ളൂ. ഈ വീഡിയോ ചെയ്യണം, ഷെയർ ചെയ്യണം ഒന്നും എനിക്ക് ആഗ്രഹമില്ല. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം, മെൻഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടും തോന്നുന്നു ഒരുപാട് ആളുകൾ യൂസഫ് അലി മമ്മൂട്ടിയൊക്കെയാണ് മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ മെൻഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എമൗണ്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിമത്തഖൂലുന മാ ലാ തഫ്അലൂനല്ലേ പരിശുദ്ധ ഖുർആന്റെ തന്നെ അധ്യായം. നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത്? നബിതങ്ങളുടെ ക്വാളിറ്റി അതായിരുന്നു. നിങ്ങൾ ഒരാൾ പഞ്ചസാര കഴിക്കുമ്പോൾ അത് ഷുഗർ കുറക്കണം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ആഴ്ചകളോളം എടുത്തിട്ട് ഗ്രാജുവലി ഘട്ടം ഘട്ടമായിട്ട് നബിതങ്ങൾ ആ സ്വഭാവം
സ്വഭാവം മാറ്റിയതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള വിഷയത്തിലേ ഉള്ളൂ, നമ്മൾ എമൗണ്ട് അയച്ചതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക. പിന്നെ കുട്ടികൾ ചിലപ്പോൾ സാമ്പത്തികം ഇല്ലാത്തവർക്ക് അല്ലാതെ തന്നെ ഷെയർ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതുവരെ പൈസ വന്നത് ഏകദേശം 11 കോടിയുടെ അടുത്താണ്. അൽഹംദുലില്ലാഹ് 10 കോടി ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആയിരുന്നു. അൽഹംദുലില്ലാഹ് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആളുകൾക്ക് പോസ്റ്റിനാണ് വിശ്വാസം. നിങ്ങൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുക, എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഫണ്ട് ട്രാഫിക് വരാനുള്ള കാരണം പോസ്റ്റിലൂടെയാണ്. അപ്പോൾ നല്ല നല്ല പോസ്റ്റുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോകളും ചെയ്യേണ്ടതല്ല, പക്ഷേ തട്ടിപ്പ് വീരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യാൻ ഉപകാരമാകുന്ന വീഡിയോ ആണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാത്തത്. പക്ഷേ വീഡിയോ ചെയ്യുന്നവരോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇനി വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ ഇത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, നല്ലോണം സൂക്ഷിക്കുക. കാരണം നമ്മൾ അർഹതപ്പെട്ട ഒരു കൈക്ക് ഉറപ്പ് പോയാലും അതിന് ഉത്തരവാദിത്തം നാളെ മഹ്ശറിൽ അല്ലാഹുവിന് മുമ്പിൽ നമ്മൾ പറയേണ്ടി വരും. സോ ഇനി ഇതാക്കുന്നില്ല. ഇപ്പോൾ അൽഹംദുലില്ലാഹ് 30-ാം നോമ്പും കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇപ്പോൾ നോമ്പ് തുറക്കാൻ പോവാണ് ഇവിടെ സൗദിയിൽ. നാട്ടിലും അതുപോലെ 29 നോമ്പായാലും നാളെ നാട്ടിലും പെരുന്നാളാണ്. അൽഹംദുലില്ലാഹ് എല്ലാവരുടെ സന്തോഷം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും പേയ്മെന്റ് അയക്കാത്തവർ അബ്ദുറഹീമിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സേവ് അബ്ദുൽ റഹീം എന്നാണ് പേര്. വളരെ സിമ്പിളാണ്. നിങ്ങൾ അതിൽ പോകുന്നത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ആ ആപ്പിൽ കയറുമ്പോൾ തന്നെ ഹൗ ടു യൂസ് എന്നുള്ള ഒരു ഇന്റർഫേസ് കാണും. അതിലൂടെ നിങ്ങൾ പോയാൽ യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് പൈസ അയക്കേണ്ടതെന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് അതിലൂടെ കണ്ട് നിങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റും. അതുപോലെ ഇന്ന് ആരൊക്കെയാണ് കൂടുതൽ എമൗണ്ട് അയച്ചത്, ടുഡേസ് ടോപ്പേഴ്സ് ആരാണ്, ഏത് നാട്ടുകാരാണ് കൂടുതൽ, ഏത് മണ്ഡലക്കാരാണ്, അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എത്ര പൈസ കിട്ടി, എത്ര പൈസ കിട്ടാനുണ്ട്, എത്ര പൈസ ആവും, നിങ്ങൾ അയച്ചു കഴിഞ്ഞതിന്റെ പ്രൂഫ്, റിസിപ്റ്റ് മീൻസ് അതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഇതിൽ പങ്കാളിയായിട്ടുള്ള ഒരു പോസ്റ്റർ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ടീമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്പൊക്കെ. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒത്തിരി നന്ദി. അല്ലാഹു തആല നിങ്ങൾക്ക് ഇരുലോകത്തിന്റെ പ്രതിഫലം നൽകട്ടെ. തീർച്ചയായിട്ടും നാളെ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിന്റെ എത്ര പ്രതിഫലം കിട്ടുന്ന വേറൊരു കാര്യമില്ല. എൻ്റെ മദീന പള്ളിയിൽ നിങ്ങൾ ദിവസം മുഴുവൻ ഈത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സാമൂഹ്യ സേവനം ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞത്. ഒരുപാട് ഹദീസുകളും ആയത്തുകളും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ സമയം അതിന് അനുയോജ്യമല്ല. ജനറൽ ആയിട്ടുള്ള വിഷയമാണ്. എല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാവരും സഹായിച്ച വിഷയമാണിത്. അത് ഒരിക്കൽ കൂടി നന്ദി. ഇതുപോലെ തന്നെ കേരളത്തിൽ എന്തൊരു വിഷയം വരികയാണെങ്കിൽ, കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഒരു തട്ടിപ്പിനെ പറ്റി നിങ്ങൾ എല്ലാവരും ബോധവാന്മാരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാലം സംരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.